സമുദായത്തെ എവിടെ എത്തിച്ചുപോയി? ഈ അടിസ്ഥാന വിദ്യാഭ്യാസവും മതവും ഈമാനും കൊടുക്കാത്തോണ്ടാ ഉമ്മാക്ക് മോളെ അറിയത്തില്ല, മോക്ക് വാപ്പായെ അറിയത്തില്ല. മോക്ക് നോക്കുമ്പം 5-6 ദിവസം കഴിയുമ്പോ കോടതിയിൽ നിന്ന് പറയും ഞാൻ ചേട്ടന്റെ കൂടെ പോവാ എന്ന് പറഞ്ഞ് ചാടിപ്പോവും. അല്ലേ? എത്രയോ കേസുകൾ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അണ്ണന്റെ കൂടെ പോവാ. 10-15 കൊല്ലം പോറ്റിയ വാപ്പാടെ ഉമ്മാടെ മുമ്പിൽ നിന്ന് കോടതിയിൽ പറഞ്ഞ എത്രയോ മൊഴികൾ ഇതുപോലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകണം, കേട്ടിട്ടുണ്ടാകണം, അറിഞ്ഞിട്ടുണ്ടാകണം. എന്തുകൊണ്ട് അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസത്തിന്റെ അത്യവാരങ്ങളെ അടയാളപ്പെടുത്താതെ ഭൗതികതയുടെ പരിപ്രേക്ഷ്യത്തിലേക്ക് എല്ലാ കയറൂരിയിട്ട് എന്റെ മോളങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവട്ടെ എന്ന് വിചാരിച്ചു വിട്ടു, അവൾ ISROയിലെ സയന്റിസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു വിട്ടു. എന്നാൽ അവളുടെ മൂല്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് പഠിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ മതം നിശ്ചയിച്ച പ്രായത്തിനൊരു ഒരു പ്രത്യേകതയുണ്ട്. അതിനപ്പുറത്തേക്ക് വിടുമ്പോൾ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ വഴികേടിലേക്ക് പോകുന്നതിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുള്ളതാണ്. അത് മുഴുവനും മറന്നിട്ട് പോയാൽ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹു തആല സുന്ദരനായ ഒരു മകനെ എനിക്ക് നൽകി. നല്ല ബുദ്ധിമാനാണ്, നല്ല ബ്രൈറ്റായ മകനാണ്. അപ്പോ ഒരു വാപ്പ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവേ, നീ എനിക്ക് അനുഗ്രഹമായി നൽകിയ നല്ല ഒരു മോനുണ്ടല്ലോ, ആ മോന്റെ തലയിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ കേറട്ടെ, റസൂലുള്ളാഹിന്റെ ഹദീസ് അവന്റെ മെമ്മറിയിൽ കിടക്കട്ടെ. നാളെ അള്ളാഹുവിന്റെ ദീന് പറയുന്നവനായി അവൻ വളരട്ടെ. അവന്റെ ബ്രെയിനിൽ അള്ളാഹുവിന്റെ കലാമാണ്, അതിന്റെ വ്യാഖ്യാനമായ ഹദീസാണ്, അതിനെ കാലോചിതമായി അവതരിപ്പിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. എന്നാൽ ആ മകൻ ആരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമൻ ബൽ വറസുൽ ഇൽമാ. അംബിയാക്കന്മാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് വലിയ ദീനാറായിരുന്നില്ല, ദിർഹമായിരുന്നില്ല, ഡോളറായിരുന്നില്ല, റിംഗിറ്റായിരുന്നില്ല. അവരിവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് അല്ലാഹുവിന്റെ ഇൽമാണ്. അതുകൊണ്ട് എനിക്ക് അള്ള ബുദ്ധിയുള്ളൊരു മോനെ തന്നു, അവന്റെ ബ്രെയിനിൽ അള്ളാഹുവിന്റെ കലാമും റസൂലുള്ളാഹിന്റെ ഹദീസും കിടക്കട്ടെ. എന്ത് വലിയ ഭാഗ്യ അതുകൊണ്ടുണ്ടാകുക. അങ്ങനെ ചിന്തിച്ചു ഷാഫി ഇമാമിന്റെ ഉമ്മ. അതുകൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ചു. ഷാഫി ഇമാമിന്റെ ഉമ്മാക്ക് വേണ്ടി ലോകം മുഴുവനും ദ്വാരക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉമ്മ. ചെറുപ്പത്തിൽ മോനെ എടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ബഗ്ദാദിലേക്ക് പോയി അള്ളാന്റെ ഇൽമു പഠിക്കണം. അങ്ങനെ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ലോകത്തുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം തേടി. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ റിപ്പബ്ലിക് ഡേ പ്രഭാഷണത്തിൽ ഉദാഹരണമായി ഉദ്ധരിച്ചത് ജീലാനി തങ്ങളുടെ ഉമ്മ കള്ളം പറയല്ലെന്ന് എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കൈയിലെ പൊന്നു കൊടുത്തോവരെന്ന വരി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് റിപ്പബ്ലിക് ഡേ സന്ദേശം കൈമാറിയത്. അത്രയും നല്ല നിലവാരത്തിലേക്ക് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെത്തി. അതുപോലെ നബവി ഇമാം റളിയല്ലാഹു അൻഹു 40 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠന് ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആ ഭക്ഷണം കൊണ്ടു കൊടുത്തത് പ്രിയപ്പെട്ട പിതാവായിരുന്നു എന്ന് താരീഖുൽ ഇമാം നബവി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ എത്രയോ മഹാന്മാർ. അതുകൊണ്ട് എന്റെ മകൻ ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനിപ്പോ കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറായി PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. ഇത് പറയാൻ കാരണം ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല. നമ്മുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇസ്ലാം അതിനെ വിലക്കുന്നില്ല. എല്ലാ നല്ല വിജ്ഞാനങ്ങളും നമ്മുടെ പെരുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടണം. എന്റെ മകൻ ഡോക്ടറാകട്ടെ, അതോടൊപ്പം അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന ആലിമാകട്ടെ. ഇരുലോകത്തും നമുക്ക് സന്തോഷിക്കാം. എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആകട്ടെ, അതോടൊപ്പം അല്ലാഹുവിന്റെ മതം കൈകാര്യം ചെയ്യാനുള്ള ആലിമാകട്ടെ. അതുപോലെ പ്ലാൻ ചെയ്ത് പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇന്ന് ആവശ്യം പോലുണ്ട്. ഇന്ന് മതസ്ഥാപനങ്ങളുണ്ട്. 2 വിദ്യാഭ്യാസം കൂടി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അനവധിയുണ്ട്. പല രക്ഷിതാക്കളും അത് അറിയുന്നില്ല. നിങ്ങൾ സമയത്ത് കോൺടാക്ട് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് നൽകാവുന്നതാണ്. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ചെറുപ്പത്തിലെ 2 വിദ്യാഭ്യാസവും കൊടുത്ത് അല്ലാഹുവിന്റെ മതമറിയുന്നവരാക്കി വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാര്, നമുക്ക് ഉപകാരമില്ലാത്ത മക്കളായി പോയാൽ ഇന്ന് നിങ്ങൾ ദിവസേന ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ വായിക്കുന്നില്ലേ? ആ പ്രതികളെല്ലാം പള്ളിക്കൂടത്തിൽ പോകാത്തവരല്ല.
ഡോക്ടേഴ്സ് ക്രിമിനൽ കുറ്റത്തിലുണ്ട്, എഞ്ചിനീയേഴ്സ് പിടിച്ചുപറിയിലുണ്ട്, ബിസിനസ്മാൻമാര് കൊള്ളയിലുണ്ട്, സെക്സ് റാക്കറ്റിൽ വലിയ വലിയ മുതലാളിമാരുടെ മക്കളും വലിയ വലിയ ഡിഗ്രി ഹോൾഡേഴ്സുമുണ്ട്. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലല്ല, കേരളത്തിലെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള പബ്ലിക് കോളേജുകളുടെ മുറ്റത്ത് വ്യഭിചാരത്തിന്റെ ദുർഗന്ധമില്ലേ, കള്ളിന്റെ വാസനയില്ലേ, മയക്കുമരുന്ന് വിറ്റഴിക്കുന്നില്ലേ, ഗർഭനിരോധന ഉറകളും ഗുളികകളും സൂപ്പർ മാർക്കറ്റ് പോലെ കോളേജിന്റെ ക്യാമ്പസിൽ കൈകാര്യം ചെയ്യപ്പെടുന്നില്ലേ, അവിടെ അഡ്മിഷൻ കിട്ടാൻ 39 ലക്ഷവും കൊണ്ട് MBBSന് കാത്തുനിൽക്കുന്ന വാപ്പാ, നിന്റെ മകള് നാളെ മരിച്ചുപോയാൽ അവൾക്ക് സ്വർഗം കിട്ടുമോ? ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഖത്തറിൽ ഉള്ള സമയത്ത് ഒരാളോട് ഞാൻ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ എന്റെ മോക്ക് BDSന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി, അത് കിട്ടി, എന്തായാലും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ MD കോഴ്സിന് വേണ്ടി നോക്കുമ്പോൾ 39 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണം, ഒരാഴ്ചത്തെ ഗ്യാപ്പ് കിട്ടിയുള്ളൂ, 10 ദിവസം കിട്ടിയെങ്കിൽ കൊടുക്കായിരുന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു, നമ്മുടെ ദഅ്വാ കോളേജിൽ 122 കുട്ടികൾ പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സംഭാവനയാണ് ഉസ്താദ്, ഇപ്പൊ കുറച്ച് ഡിമ്മില്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി കഴിഞ്ഞതേ ഉള്ളൂ, പിന്നീട് നമുക്ക് സമീപിക്കാം എന്ന് പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ട് ആ മക്കൾ നാളെ പരലോകത്ത് ഉപകാരപ്പെടുമോ എന്ന് ചിന്തിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെയാണ് ഈമാൻ ഉണ്ടാകേണ്ടത്, അവിടെയാണ് അല്ലാഹുവെ കുറിച്ചുള്ള വിചാരമുണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നീട്ടിക്കൊണ്ടുപോകുന്നില്ല എന്റെയും നിങ്ങളുടെയും മക്കൾ. ഫതഅല്ലുമുൽ ബാബി മിന്നിൽമില്ലഹു ഫളലുൻ അലാ മിഅതി റുകയതിനാ ഫിലാ. അവിടുന്ന് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒരധ്യായം പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല നിലയിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മക്കളുണ്ടാകണം. രക്ഷിതാക്കളെ, എന്റെ പെങ്ങന്മാരെ, അള്ളാഹു നൽകിയ സൗന്ദര്യം നിന്നെ പരീക്ഷിക്കാനാണ് മോളെ. അത് അന്യപുരുഷന്റെ മുമ്പിൽ ആടിക്കുഴഞ്ഞ് അവനെ വഞ്ചിച്ച് വലയിൽ വീഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ കോപം വരുത്തി വെക്കുന്ന പെങ്ങളെ, നിന്നെ പൊതിഞ്ഞുകെട്ടി മയ്യത്തുകെട്ടിൽ കയറ്റിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കൂടെ ആരുമില്ല. നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ല, അല്ലാഹുവെക്കുറിച്ച് വിചാരമില്ല, അരുതായ്മകളുടെ ആഴമറിയുന്നില്ല, തെറ്റുകളുടെ ഊക്കറിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളോട് പറയുന്നു, ഇന്ന് ഒരുപാട് മക്കളും മാതാപിതാക്കളെ അറിയാതെ പോകുന്നത് അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമില്ലാഞ്ഞിട്ടാണ്. ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്താണെന്നറിയുമോ? ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്നതായി കാണാം. എന്താണ് രേഖപ്പെടുത്തുന്നതെന്നറിയുമോ? അതാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വരുന്നു മക്കയിലേക്ക്. മക്കയിൽ വന്നപ്പോ കഅബാലയത്തിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളുണ്ട് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ. ആ രംഗം കണ്ടപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ആലോചിച്ചു, പടച്ചവനെ, ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടല്ലോ, ഇവരെ മുഴുവനും അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിൽ നിന്നുള്ളൊരു സന്ദേശം വരുന്നു. മാലിക്, ഈ കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരാളെ മാത്രം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. ഒരാളെ മാത്രം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. 10,000-കണക്കിന് ഹാജിമാരുണ്ട് ഇവിടെ, ഒരാളെ ഒഴിച്ച് എല്ലാവരെയും അല്ലാഹ് സ്വീകരിച്ചു. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ആലോചിക്കുക, പടച്ചോനെ, എന്നെയാണോ അല്ലാഹ് സ്വീകരിക്കാത്തത് എന്നാണ് ആലോചിക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയല്ല, ഞാൻ എന്തായാലും വലിയ VVIP ആണ്, ഇത് ആരാ സ്വീകരിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കുക. 4 സുബ്ഹാനല്ലാഹ് ഇല്ല ഔലിയാവും, 10 സുബ്ഹാനല്ലാഹ് ഇല്ല ഖുത്ബുൽ അഖ്താബാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാം ആയി എന്നുള്ള ചിന്ത വരും.
അങ്ങനെയല്ല, മഹാന്മാരായ ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, പടച്ചവനെ പരിഗണിക്കാതെ പോയത് എന്നെയാണോ? പിറ്റേന്ന് കിടന്നുറങ്ങുമ്പോഴാണ് അതാ വരുന്നു മാലിക്, എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചു, പക്ഷേ ഒരാളെ മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, അത് നിങ്ങളല്ല, മറിച്ചോ മുഹമ്മദ് എന്ന് പറയുന്നയാളാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരനെ, ഖുറാസാൻകാരനായ ഒരു സഹോദരനെ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ബാക്കിയുള്ളവരെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ തങ്ങൾ പിറ്റേന്നിറങ്ങി ഖുറാസാൻകാരായ ഹാജിമാരുടെ ടെന്റിലേക്ക് ചെന്നു. ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആബിദായി അറിയപ്പെടുന്ന മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതാ ആ പ്രദേശത്ത് നിന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴും അദ്ദേഹം ഇബാദത്തിലാണ്. മാലിക് ബിൻ ദീനാർ തങ്ങളതാ ഇബാദത്ത് കഴിഞ്ഞപ്പോ സലാം പറഞ്ഞു. സലാം മടക്കി അദ്ദേഹത്തോട് ചോദിക്കുന്നു, പേരെന്താണ്? പേര് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കുശലാന്വേഷണം നടത്തിയപ്പോൾ ആ ആതിഥേയന്റെ ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് വന്നത്? മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, വന്ന വിഷയം പറയാൻ നാണമുണ്ട്. അപ്പൊ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞു. ഉടനെ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ ഹജ്ജിന്റെ വേളയിൽ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു, എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചോന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് അല്ലാഹുവിൽ നിന്നുള്ളൊരു വിവരമെന്ന നിലക്ക് അശരീരി കേട്ടു, നിങ്ങളെ മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങ് കരയാൻ തുടങ്ങി, പടച്ചവനെ ഇതെന്താണ്? വലിയ വായാല നിലവിളിക്കാൻ തുടങ്ങിയപ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇത്രയും കരയാനും ഈ ഒരു സാഹചര്യത്തിൽ വരാനുമുള്ള കാരണം? ഉടനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങളാരാണ്? അന മാലിക് ബിൻ ദീനാർ. ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യമാണ്, അൽ ആലിമുൽ സാഹിദ്, പരിജ്ഞാനിയും പരിത്യാഗിയുമായ മാലിക് ബിൻ ദീനാറാണോ? ഉടനെ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, അൽ ആലിമു അല്ലാഹ്, പരമജ്ഞാനി അല്ലാഹുവാണ്. വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഈ ദുനിയാവിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് പരിത്യാഗം നടത്തിയത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ്. സുഹുദി അലാ ഫഖ്രി വസുഹുദു അലാ ഗിനാഹ്, രാജ്യാധികാരം കയ്യിലുണ്ടായിട്ടും അല്ലാഹുവിനെ ഓർത്തിട്ട് സംഘപരിത്യാഗിയായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. ഞാനോ ദാരിദ്ര്യത്തിന്റെ പേരിൽ അവിടുന്ന് പരിത്യാഗിയായ ആളാണ് എന്നവിടുന്ന് താഴ്മയുടെ വർത്തമാനം പറയുന്നു. അപ്പോഴദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ? ഉടനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാനതാ റമളാൻ മാസത്തിന്റെ അവസാനം, ശഅബാൻ മാസത്തിന്റെ അവസാനം, റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടുന്ന് കള്ളു കുടിച്ച് മത്തനായി വീട്ടിലേക്ക് വന്നു. നല്ല മൂക്കറ്റം കുടിച്ചിട്ടാണ് വന്നത്. മൂക്ക് മുട്ടേ കുടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ ലക്കില്ല. വാതിൽ തുറന്നു തന്നതെന്റെ മൂത്താപ്പയുടെ മകളാണ്. അങ്ങനെ വീട്ടിലേക്ക് ലക്കില്ല